നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് അഷ്ടവാസ്തു സ്ഥാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു വീടിന് 8 വാസ്തുസ്ഥാനങ്ങൾ. ഈ 8 വാസ്തുസ്ഥാനങ്ങൾക്ക് ഒരു വീടിനെ നശിപ്പിക്കാനും ഒരു വീടിനെ രക്ഷപ്പെടുത്താനും ഒരുപോലെ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഈ 8 വാസ്തുസ്ഥാനങ്ങൾ തെറ്റിയിരുന്നാൽ ആ വീടിനെന്നും ദുഃഖവും ദുരിതവും കടവും രോഗദുരിതങ്ങളും ആയിരിക്കും മിച്ചം എന്ന് പറയുന്നത്. എന്നാൽ ഈ 8 വാസ്തുസ്ഥാനങ്ങൾ സ്ഥാനത്ത് വന്ന ഒരു വീട്ടിൽ താമസിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ ഉയർച്ച കൈവരും, ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തേടി വരും. ആ വീട്ടിലുള്ള മക്കൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഭാവിയിൽ വളർച്ചയും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആ 8 വാസ്തുസ്ഥാനങ്ങളെ പറ്റിയാണ്. അതായത് അഷ്ടവാസ്തുസ്ഥാനങ്ങളെ പറ്റി. ഈ 8 എണ്ണം നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഈ 8 കാര്യങ്ങളും സ്ഥാനത്താണോ എന്ന് ഇപ്പം തന്നെ കേട്ടിട്ടൊന്ന് നോക്കൂ. ഈ 8 എണ്ണവും നിങ്ങളുടെ വീട്ടിൽ സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതം എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയിച്ച് തന്നെ കയറും. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിത വിജയവും താനേ വന്നു ചേരുന്നതുമായിരിക്കും. എന്നാൽ ഈ 8 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ദോഷമായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റണം. അത് മാറ്റി ഇതൊരു ഈശ്വര നിമിത്തമായിട്ട് കരുതി അത് മാറ്റി നേരെയാക്കി ഐശ്വര്യം നേടി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ആ 8 എണ്ണം ഓരോന്നായിട്ട് പറയാം. കേട്ടു നോക്കൂ. കേട്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ എവിടാണ് ഇത്തരം കാര്യങ്ങൾ സ്ഥാനത്താണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ പടികളുടെ എണ്ണമാണ്. അഷ്ടവാസ്തുസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറുന്ന വീടിൻ്റെ മുൻവശമുള്ള പടി എന്ന് പറയുന്നത്. ഒരു വീടിൻ്റെ വാസ്തുസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് മറ്റംഗങ്ങൾ കടന്നു വരുന്നത്, നമ്മളുടെ വീട്ടിലുള്ളവർ ദിനവും പോയി വന്ന് കയറുന്നത്, ഈശ്വരൻ ഭഗവാൻ ഭഗവതി നമ്മളുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ പടികൾ. ആ പടികൾ എപ്പോഴും ഇരട്ട സംഖ്യയിലായിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഒറ്റ സംഖ്യയിൽ പടി വരാൻ പാടില്ല എന്നുള്ളതാണ്. ഏതൊരു വീട്ടിലാണോ ഒറ്റ സംഖ്യയിൽ പടി നിൽക്കുന്നത് ആ വീട് കടം കയറിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ, കടം കയറി മുടിഞ്ഞ ചരിത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഏത് വീട് വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ, ഒറ്റ സംഖ്യയിൽ പടി നിന്നാൽ ദോഷമാണ്. എന്താണ് ഈ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും വിശദീകരിച്ച് പറഞ്ഞാൽ, ഒരു വീടാവുമ്പം ഒരു പടി 2 പടി, ആദ്യത്തെ കാലെടുത്ത് ഒന്നാമത്തെ പടിയിൽ വെച്ചു, പിന്നീട് രണ്ടാമത്തെ പടിയിലേക്ക് കാല് വെച്ചു, മൂന്നാമത് കയറുന്നത് വീടിൻ്റെ തറയിലേക്കായിരിക്കണം അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കായിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും 1, 2, 3, 4ാമത്തെ പടി വീടിൻ്റെ അല്ലെങ്കിൽ ആ തറയാകരുത് എന്നുള്ളതാണ്. 2 പടി വെക്കാം, 4 പടി വെക്കാം, 6 പടി വെക്കാം, തെറ്റില്ല. പക്ഷേ ഒരിക്കലും 1 പടി, 3 പടി, 5 പടി എന്നുള്ള കണക്കിൽ ഒറ്റ സംഖ്യയിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് എന്ന് നിന്നിട്ട് ഒന്നാമത്തെ കാലെടുത്ത് വെച്ച് നോക്കൂ, 1ാം പടി, രണ്ടാമത്തെ കാല് വെക്കുന്നു 2ാം പടി, 3ാമത്തെ കാല് വെക്കുന്നത് വീടിൻ്റെ തറയിലാണ് എന്നുണ്ടെങ്കിൽ അത് ശുഭമാണ്. അതല്ല പിന്നീട് 1 പടിയും കൂടെ കഴിഞ്ഞാണ് വീടിൻ്റെ ഉമ്മറത്തെ കാല് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 3 പടിയായി ദോഷമാണ് എന്നുള്ളതാണ്. ഇതാണ് അഷ്ടവാസ്തുസ്ഥാനങ്ങളിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീടിൻ്റെ പടികളുടെ എണ്ണം അതിരട്ടയായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തത്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, എല്ലാവരും നോക്കിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തതെന്ന് പറയുന്ന വീടിൻ്റെ വഴിയാണ്. വീടിൻ്റെ വഴി എന്ന് പറയുന്നത് വാസ്തുവിലെ ഏറ്റവും ഗംഭീരമായിട്ട് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വഴി വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് കയറുന്ന വഴി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാ. വീടിൻ്റെ വടക്ക് ഭാഗത്ത് വഴി വരുന്നുണ്ടോ? ഏറ്റവും നല്ലതാ. വീടിൻ്റെ കിഴക്ക് ഭാഗത്തൂടാണോ വന്ന് കയറുന്നത്? ഏറ്റവും നല്ലതാണ്. ഏറ്റവും ഗംഭീരം. ഈ പറയുന്ന സ്ഥാനങ്ങളിലൂടെ എല്ലാം വീട്ടിലേക്ക് വഴി വരുന്നത് ഗംഭീരമാണ്.
ഈ ഭാഗങ്ങളിലാണ് വഴി എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറുന്ന വഴി നിങ്ങളുടെ പ്രധാന വാതിലിന് നേരെയാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറുണ്ട്, ആ മെയിൻ ഡോറിൽ നിന്ന് നേരെ നോക്കുമ്പം നീളത്തിലുള്ള വഴിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ്. ഒന്നുകിൽ ആ വീട്ടിലേക്ക് കയറുന്ന വഴി പ്രധാന വാതിലിൻ്റെ ഇടതുവശത്തോട്ടോ വലതുവശത്തോട്ടോ മാറ്റുക. വീടിൻ്റെ പ്രധാന വാതിൽ നീണ്ടു കിടക്കുന്നത് വഴിയിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് എന്നുള്ളതാണ്. എപ്പോഴും വഴി വരാനായിട്ട് ഏറ്റവും നല്ലത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. ആ ഭാഗം നല്ല, അല്ലെ വീടിൻ്റെ വടക്ക് വശത്ത് മധ്യത്തിൽ എവിടെങ്കിലും ആയിട്ട് വരുന്ന, അല്ലെ കിഴക്ക് വശം മധ്യത്തിൽ വരുന്ന, അല്ല പടിഞ്ഞാറ് ഭാഗത്തും മോശമില്ല എന്ന് പറയാം. പക്ഷേ പ്രധാന വാതിൽ ഒഴിച്ചു വേണം അത്തരത്തിൽ വാതിലിടാൻ. ഒരു കാരണവശാലും കന്നിമൂലയ്ക്ക് വഴി വരരുത്. വീടിൻ്റെ കന്നിമൂലയ്ക്കാണ് വഴി വരുന്നത് എന്നുണ്ടെങ്കിൽ നരകതുല്യമായിരിക്കും ആ വീട്ടിലെ ജീവിതം. ഒരിക്കലും ആ വീട്ടിൽ ഒരു രൂപ നിൽക്കത്തില്ല. എന്നും ദുരിതവും കടവും, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ദുഃഖവുമായിരിക്കും ഫലവും എന്ന് പറയുന്നത്. സമ്പാദിക്കുന്നതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലായി പോകുമെന്നാണ് പറയുന്നത്. അതങ്ങ് അലിഞ്ഞില്ലാതായി പോകും, നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. ഏതെങ്കിലും വീട്ടിൽ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയ്ക്ക് വഴി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചു മാറ്റണം. ആ വീട്ടിലേക്ക് കയറുന്ന വാതിൽ, ഗേറ്റ്, വഴി എന്നൊക്കെ പറയുന്നത് ആ കന്നിമൂലയിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ദോഷമായിരിക്കും ഫലം എന്നുള്ളതാണ്. അപ്പം അഷ്ടവാസ്തുസ്ഥാനങ്ങളിൽ രണ്ടാമത്തേത് വീട്ടിലേക്കുള്ള വഴിയാണ്. അത് വടക്കോ കിഴക്കോ വടക്ക് കിഴക്കേ മൂലയ്ക്കോ ആണെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമാണ് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അലമാരയുടെ അല്ലെങ്കിൽ ധനത്തിൻ്റെ സ്ഥാനമാണ്. നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് ധനം വെക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഒരു വീട്ടിലെ ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ വീട്ടിൽ ഏറ്റവും ഊർജ്ജമുള്ളിടത്താണ് ധനം ഇരിക്കേണ്ടത് എന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ ഇരിക്കുന്നത്? എവിടെയാണ് ഊർജ്ജമുള്ളത്? വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് ഏറ്റവും ഊർജ്ജമുള്ളത്. ധനം സംഭരിച്ചു വയ്ക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം തെക്ക് പടിഞ്ഞാറേ മൂലഭാഗമാണ്. അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറി എവിടെയാണോ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലഭാഗത്തൊരു റൂം ഉണ്ടാവില്ലേ? ആ റൂം ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാകട്ടോ. നമ്മളുടെ കേരളീയ വാസ്തുപ്രകാരം എപ്പോഴും ബെഡ്റൂം നിർമ്മിക്കുമ്പം മാസ്റ്റർ ബെഡ്റൂം ഈ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പണിയും. ഏറ്റവും ഗംഭീരമാണ്. ആ മുറിയിൽ ധനം സൂക്ഷിക്കാവുന്നുണ്ടെങ്കിൽ, ആ മുറിയിൽ അലമാര വയ്ക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരമായ സ്ഥാനത്ത് വെയ്പ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വെക്കുന്ന അലമാര എപ്പോഴും ആ മുറിയിൽ വെക്കുമ്പം അതിൻ്റെ മുഖം വടക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ധനത്തിൻ്റെ ദിക്കാണ് വടക്ക് എന്ന് പറയുന്നത്. ആ വടക്കോട്ട് നോക്കി വേണം അലമാര വെക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെ വെക്കുമ്പം കിട്ടുന്ന ഗുണം, വാതിൽ തുറക്കുന്ന സമയത്ത് സമ്പത്തിൻ്റെ ദിക്കായ ആ വടക്കിൻ്റെ ദർശനമാണ് ആ അലമാരയ്ക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് നിങ്ങളുടെ ബെഡ്റൂം വരികയും അവിടെ നിങ്ങൾ അലമാര സൂക്ഷിക്കുകയും ആ അലമാരയുടെ മുഖം വടക്കോട്ട് തിരിച്ചു വെക്കുകയും അലമാര വാതിൽ തുറക്കുമ്പം വടക്കോട്ട് ദർശനമായിട്ട് അലമാരയുടെ മുഖം തുറന്നിരിക്കുകയും ചെയ്യുന്നത് ധനാഗമത്തിന് ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ വീട്ടിൽ ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അഷ്ടസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുസ്ഥാനമാണ് ഈ ധനത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള തെക്ക് പടിഞ്ഞാറേ മൂല. അവിടെയാണോ നിങ്ങൾക്ക് ബെഡ്റൂം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്? ആണെന്നുണ്ടെങ്കിൽ സ്ഥാനത്താണ് ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അടുപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ അടുപ്പ്, അടുക്കള, ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാനം ഇപ്പം തന്നെ ഒന്ന് നോക്കണേ. അഷ്ടസ്ഥാനങ്ങളിൽ നാലാമത്താണ് അടുപ്പ് അഥവാ അടുക്കള എന്ന് പറയുന്നത്. എപ്പോഴും വീട്ടിൽ പാചകം ചെയ്യുമ്പം മുഖം തിരിഞ്ഞ് ഒന്നുകിൽ കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ വേണം അടുക്കളയിലെ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ടാകാൻ ഉള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ രീതി, അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മുഖം തിരിഞ്ഞ് നിന്ന് നിങ്ങൾ പാചകം ചെയ്യുന്നത്, വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്നത് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കിഴക്കോട്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് അഭിമുഖമായിട്ടായിരിക്കണം അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്ന രീതി. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനം ഏറ്റവും പെർഫെക്റ്റ് ആണ്. വാസ്തുപ്രകാരം അത് ഐശ്വര്യമുള്ളൊരു വീടാണ്. അതുപോലെ തന്നെ അടുക്കള എപ്പോഴും വടക്ക് കിഴക്കേ ഭാഗത്ത്
അല്ലെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് വരുന്നതാണ് കേരളീയ വാസ്തുപ്രകാരം ഏറ്റവും നല്ലത്. അതായത് അഗ്നിയുടെ സ്ഥാനമാണ്, അഗ്നിക്കോണാണ് തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്ന വീട് ഏറ്റവും നല്ലതാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്നതും ഉചിതമായിട്ട് തന്നെയാണ് കേരളീയ വാസ്തുവിൽ പറയുന്നത്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്ന വീടുണ്ടോ ആ വീടുകൾ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഇതാണ് 4ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത്. 5ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ സ്ഥാനമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ബാത്റൂം സ്ഥാനം തെറ്റി നിൽപ്പുണ്ടോ എന്ന് നോക്കണം. എപ്പോഴും ബാത്റൂം നിൽക്കേണ്ടത് എന്ന് പറയുന്നത് 4 കോണുകളിൽ 3 കോണുകൾ വിട്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതാണ് 3 കോണുകൾ എന്ന് പറയുന്നത്? ഈ പറയുന്ന 3 കോണുകൾ ഒഴിച്ച് വേറെ എങ്ങോട്ട് ബാത്റൂം വന്നാലും പ്രശ്നമില്ല. പക്ഷെ ഈ 3 കോണുകളിലല്ല ബാത്റൂം നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. 1 തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല, 2 വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാനകോണ്, 3 വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല അഥവാ അഗ്നിക്കോണ്. തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഈ 3 മൂലകളിലാണോ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ബാത്റൂം നിൽക്കുന്നത് എന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ ദോഷമാണ്. ആ മൂല ഒഴിച്ച് മധ്യത്തിലോട്ട് നിൽക്കുന്നതിൽ പ്രശ്നമില്ല. തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പകരം വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരിക്കലും വരരുത്. കന്നിമൂലയ്ക്ക് ബാത്റൂം വന്നാൽ മുടിഞ്ഞു, ആ വീട്ടിൽ പിന്നെ താമസിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതേസമയം വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണെന്നുണ്ടെങ്കിൽ ബാത്റൂം വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ദോഷവുമില്ല താനും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ ബാത്റൂം തെക്ക് പടിഞ്ഞാറേ മൂല, അതുപോലെ തെക്ക് കിഴക്കേ മൂല, വടക്ക് കിഴക്കേ മൂല, ഈ 3 മൂലകളിൽ എവിടെങ്കിലും ആണെങ്കിൽ ദോഷസ്ഥാനത്താണ്. ബാക്കി എവിടെയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥാനത്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 6ാമത്തെ കാര്യം, 8 കാര്യങ്ങളിൽ 6ാമത്തേത് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്ഥാനം അഥവാ കിണറിൻ്റെ സ്ഥാനമാണ്. നമ്മളുടെ വീട്ടിൽ കിണർ അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഇതൊക്കെ വെക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് കിണർ ഏത് വീട്ടിലുണ്ടോ നല്ല ഐശ്വര്യമായിരിക്കും. വീടിൻ്റെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കിണർ വന്നാലും ഗംഭീരമായിരിക്കും. എന്നാൽ തെക്ക് വശത്ത് കിണർ വന്നാൽ കാലം കയറി എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ദോഷമുള്ള കാര്യമാണ്. തെക്ക് വശത്ത് കിണർ വന്നാൽ സർവനാശമാണ് ഫലം. യാതൊരു കാരണവശാലും തെക്കോട്ട് കിണർ വരരുത്, കന്നിമൂലയ്ക്ക് കിണർ വരരുത്. ഇതെല്ലാം ദോഷമായിട്ടുള്ള കാര്യമാണ്. തെക്ക് പടിഞ്ഞാറ് കിണർ വരരുത്. കിണർ വരികയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഏറ്റവും ഉചിതം. കിഴക്ക് വശത്ത് വന്നാൽ ഗംഭീരം, വടക്ക് വശത്ത് വന്നാൽ അതിഗംഭീരം എന്നാണ് പറയേണ്ടത്. ഈ 3 സ്ഥാനങ്ങളാണ് കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. കിണർ മാത്രമല്ല, ചെറിയ ഈ താമരക്കുളം അല്ലെങ്കിൽ ചെറിയ ജലസംഭരണികൾ, ചെറിയ റിമ്മിറക്കിയുള്ള ചെറിയ കിണർ പോലുള്ള അലങ്കാര മത്സ്യം വളർത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വയ്ക്കാനായിട്ടും ഇതൊക്കെ നിർമ്മിക്കാനായിട്ടും വടക്ക് കിഴക്ക് കിഴക്ക് ഇതാണ് സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ അല്ലാതെ മാറി ഞാൻ പറഞ്ഞ കണക്ക് തെക്കോട്ടോ തെക്ക് പടിഞ്ഞാറോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ദോഷസ്ഥാനത്താണ്, ഗതി പിടിച്ച ചരിത്രമില്ല എന്നുള്ളതാണ്. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 7ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ബെഡ്റൂമിലുള്ള കട്ടിലിൻ്റെ സ്ഥാനമാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടമാണ് വീട്ടിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിലാണ് നമ്മളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്, ഒരു ദിവസം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം സമയം നമ്മൾ ഉറങ്ങി വിശ്രമിക്കുന്നത് ബെഡ്റൂമിലാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ട ഇടമാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലെ ബെഡ്റൂമിൻ്റെ ഏറ്റവും കൃത്യമായ സ്ഥാനത്ത് ബെഡ് വെക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എപ്പോഴും ബെഡ് അല്ലെങ്കിൽ കട്ടിൽ നിങ്ങൾ ഇടേണ്ടതെന്ന് പറയുന്നത് തെക്കോട്ട് തല വെച്ച് കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്ന രീതിയിലായിരിക്കണം. തെക്കോട്ട് തല വെച്ച് കിടന്ന് കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നതും കിഴക്കോട്ട് തല വെച്ച് കിടന്ന് വടക്കോട്ട് മുഖം തിരിഞ്ഞ് എഴുന്നേൽക്കുന്നതും ഏറ്റവും ഗംഭീരമാണ്. ഒന്നുകിൽ തെക്കോട്ട് തല വെക്കുക, എഴുന്നേൽക്കുമ്പം തെക്കോട്ട് തല വെച്ച് കിടന്നുറങ്ങുന്ന ആൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് എഴുന്നേൽക്കുക. ഗംഭീരമാണ്. ഗൃഹനാഥന്മാരൊക്കെ ഇത് ചെയ്യണം. ഗംഭീരം, ഏറ്റവും നല്ല സ്ഥാനമാണ്. അതുപോലെ ഇല്ല കട്ടിൽ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് തല തിരിച്ച് കട്ടിലിടുക. എന്നിട്ട് കിഴക്കോട്ട് തല തിരിച്ച് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പം വടക്കോട്ട് മുഖം തിരിഞ്ഞ് എഴുന്നേൽക്കുക.
അതിഗംഭീരമാണ്. ഇതാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഈ പറയുന്ന ബെഡ്റൂമിൻ്റെ അഥവാ ബെഡിൻ്റെ സ്ഥാനം, കട്ടിലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. എട്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പം നേരെ പ്രധാന വാതിലിന് നേരെ കാണുന്ന കാഴ്ചയാണ്. എട്ടാമത്തെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രധാന വാതിലിന് നേരെയുള്ള സ്ഥാനമാണ്. ആ ഒരു സ്ഥാനത്ത് യാതൊരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. പൊട്ടിയ ടൈല്, പൊട്ടിയ തറയോട്, അതുപോലെ തന്നെ വിറക് കൊള്ളികൾ, അല്ലെങ്കിൽ പൊട്ടിയ ചെടിച്ചട്ടികൾ, മുള്ളുള്ള ചെടികൾ, ഇതൊന്നും പ്രധാന വാതിൽ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വരരുത്. പ്രധാന വാതിലിന് നേരെ ഈ വൃക്ഷങ്ങൾ, വടവൃക്ഷങ്ങളായിട്ടുള്ള തടി മരങ്ങളായിട്ടുള്ളതും വരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രധാന വാതിൽ നോക്കുമ്പം വാതിലിന് നേരെ പാസേജിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക, നിർബന്ധമായിട്ടും നോക്കുക. പൊട്ടിയ ടൈലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തും ഉള്ള പോലല്ല, വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയുള്ള പാസേജിൽ ഉണ്ടെങ്കിൽ അത് ദോഷമാണ് എന്നുള്ളതാണ്. അതേസമയം ഇത്തരത്തിൽ പൊട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പൊട്ടിയ ചെടിച്ചട്ടിയോ പൊട്ടിയ ഇത്തരത്തിൽ ടൈലുകളോ ഓടോ ഒന്നുമില്ല, കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തറയാണ്, ഒരു ഭാഗമാണിത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. ഫ്രണ്ടിൽ വീടിൻ്റെ ആ പ്രധാന വാതിലിൻ്റെ ആ പ്രധാന പാസേജിന് നേരെയായിട്ട് ഒന്നുകിൽ തുളസിത്തറ നിർമ്മിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു മൂട് തുളസിത്തൈ മനോഹരമായിട്ട് ജലം ഒഴിച്ച് നട്ടു വളർത്തി ഒരു 4 കല്ല് വെച്ച് ആ വെറുനിലത്തായാലും വളർത്തുക എന്നുള്ളതാണ്. തുളസി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സർവ്വ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് നോക്കണേ. പ്രധാന വാതിൽ തുറന്ന് നേരെ തടി വൃക്ഷങ്ങളോ വിറക് കൊള്ളികളോ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളോ മുള്ളു ചെടികളോ പൊട്ടിയ തറയോടോ അല്ലെങ്കിൽ പൊട്ടിയ ചെടിച്ചട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദുശഗുണമായി വാസ്തുദോഷമായി നിൽപ്പുണ്ടോ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് മാറ്റുക. അവിടെ ഒരു തുളസിത്തൈ മാത്രം കാണുന്ന രീതിയിൽ വെക്കുക. തറയോടൊക്കെ നല്ല വൃത്തിയാണെന്ന് ഉറപ്പ് വരുത്തുക. ഏറ്റവും വാസ്തു ഐശ്വര്യമായിരിക്കും കിട്ടുന്നത് എന്ന് പറയുന്നത്. ഇതാണ് എട്ടാമത്തെ കാര്യം. അങ്ങനെ 8 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. 8ഉം കേട്ട് കാണും. നിങ്ങളുടെ വീട്ടിലൊന്ന് ഒത്തു നോക്കുക. എല്ലാം നന്നായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമാണ്. ദോഷങ്ങളുണ്ടെങ്കിൽ മാറ്റൂ. ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ. നന്നായിരിക്കട്ടെ. അപ്പോൾ ഈ 8 എത്രണ്ണം നിങ്ങളുടെ വീട്ടിൽ ശരിയായിട്ടുണ്ട്? 8 ഉള്ളവരൊക്കെ കാണും. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം.